കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് നിങ്ങൾക്കറിയാം. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ കിഡ്സ് ഏരിയ ഓൺലൈൻ ലൈവായിട്ട് ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്, ക്ലാസ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. മൺഡേ ടു ഫ്രൈഡേ ക്ലാസ് ആണ്, സാറ്റർഡേ എക്സാം ആണ്. എല്ലാ സാറ്റർഡേയ്സിലും വീക്ക്ലി എക്സാം ആണ്. അപ്പോൾ സെപ്റ്റംബർ 18-ന് ടേം 2 ക്ലാസ് സ്റ്റാർട്ടാവുകയാണ്. സെപ്റ്റംബർ 18-നാണ് നെക്സ്റ്റ് ടേം 2 ക്ലാസ് സ്റ്റാർട്ടാകുന്നത്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സൂമിൽ ലൈവ് ക്ലാസ് ആയിട്ടാണ് ക്ലാസ് ഉള്ളത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഹലോ ചിൽഡ്രൻ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. ഓണം എക്സാം 2024 ക്ലാസ് 1 ഇൻ്റഗ്രേഷൻ ഡേ 3 എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? ഈസി ആയിരുന്നില്ലേ? ഇൻ്റഗ്രേഷനിലെ എല്ലാ ക്വസ്റ്റ്യൻസും ഈസി ആയിരുന്നില്ലേ? ഡേ 1, ഡേ 2, ഡേ 3 ഈസി അല്ലേ? യെസ്, ഡേ 3യുടെ എക്സാം ഈസി ആയിരുന്നു അല്ലേ? ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെട്ടാലോ, നോക്കിയാലോ? നിങ്ങളുടെ പാരൻസ് ഒക്കെ കാണാൻ ആഗ്രഹിച്ചിരിക്കുവാണ് നിങ്ങൾ എന്ത് എഴുതിയെന്ന് അറിയാനായിട്ട്. കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞു കൊടുക്കണം കേട്ടോ പാരൻസിന്. നോക്കാം, ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രവർത്തനം 9. പ്രവർത്തനം 8 വരെ നമ്മൾ ഡേ 1-ലും ഡേ 2-ലും എഴുതിയായിരുന്നു. ഇനി പ്രവർത്തനം 9, ആടും പാവകൾ. ആടും പാവകൾ. നിറം നൽകൂ, എണ്ണി എഴുതൂ. നിറം നൽകൂ, എണ്ണി എഴുതൂ. പച്ച നിറത്തിലുള്ള ക്രയോൺ ഉണ്ട്, ചുവപ്പ് നിറത്തിലുള്ള ക്രയോൺ ഉണ്ട്, നീല നിറത്തിലുള്ള ക്രയോൺ ഉണ്ട്. ഗ്രീൻ, റെഡ്, ബ്ലൂ. ഇവിടെ ആരാ ഉള്ളേ? പാവകൾ. നോക്കി, ഈ ക്രയോൺ എന്തിനാ? നിറം നൽകാനാണ് കേട്ടോ. ഇതാ നോക്കി, ഇവിടെ 5 പാവകളാണ് ഉള്ളത്. ടീച്ചർ ഇന്നലെ പഠിപ്പിച്ചായിരുന്നു, 7 വെച്ച് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. 7നെ നമ്മൾ ഇടത് കൈയിലും വലത് കൈയിലും പിടിക്കുന്നത് പോലെ, ഇടത് കൈയിൽ എത്ര പിടിച്ചോ ബാക്കി വലത് കൈയിൽ. അതേ മെത്തേഡാണ് ഇവിടെ. 3 പച്ച, അതായത് പച്ച പാവകൾ 3 എണ്ണം, ബാക്കിയുള്ള 2 പാവകൾ നീല. അപ്പോൾ പച്ച എത്രയാണ്? 1, 2, 3. ഇതുപോലെ പച്ച നിറം കൊടുക്കണമായിരുന്നു. ഈ 3 പാവകൾക്കും കൊടുക്കേണ്ട നിറം പച്ച. ഇനി നീല 2 എണ്ണത്തിന്. അപ്പോൾ പച്ച 1, 2, 3. 1, 2, 3. ഗ്രീൻ 3, ബ്ലൂ 2. ഇത് നിങ്ങൾ കറക്റ്റായിട്ട് കളർ ചെയ്തല്ലോ. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം കേട്ടോ. പച്ച നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും കൊടുക്കാം, നീല നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും കൊടുക്കാം. ടീച്ചർ ഇവിടെ നോക്കിയേ, എങ്ങനെയാ കൊടുത്തേ? 1, 2, 3, 4. 4 ഗ്രീൻ, ബ്ലൂ 1. ഓക്കെ, അടുത്തതിലോ ഇവിടെ 3 കളർ കൊടുക്കണം. ഗ്രീൻ, ബ്ലൂ, റെഡ്. പച്ച, നീല, ചുവപ്പ്. ഇപ്പൊ ടീച്ചർ ഇവിടെ 2 ഗ്രീൻ, 2 ബ്ലൂ, 1 റെഡ്. അപ്പോൾ എങ്ങനെ കൊടുത്തു? 1, 2. ഗ്രീൻ 2, ബ്ലൂ 2, റെഡ് 1. ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എന്ത് ചെയ്യാം? നിങ്ങൾ എങ്ങനെയാണോ കളർ കൊടുത്തത് അതിനനുസരിച്ച് ഇവിടെ എണ്ണം എഴുതണം. പക്ഷെ ഇത്രയും നിറം എന്ത് ചെയ്യണം? കൊടുത്തിരിക്കണം. ഓക്കെ, ഇതായിരുന്നു പ്രവർത്തനം 9, ആടും പാവകൾ. പ്രവർത്തനം 10, എത്ര പാവകൾ എന്ന് കൂട്ടി എഴുതണം കേട്ടോ. ഇവിടെ ടേബിൾ ഉണ്ട്. ആമിക്ക് 2 ടേബിൾ ഉണ്ട്, രവിക്ക് 2 ടേബിൾ ഉണ്ട്, ഇമയ്ക്ക് 2 ടേബിൾ ഉണ്ട്. ഓക്കെ, ആമിയുടെ ഒരു ടേബിളിൽ എത്ര പാവകളുണ്ട്? 1, 2, 3, 4 ഇവിടെ എഴുതിയിട്ടുണ്ട്. അടുത്ത ടേബിളിൽ എത്ര പാവയുണ്ട്? 1, 2. 4ഉം 2ഉം കൂടി എത്രയാ? 4 കഴിഞ്ഞാൽ 5, 6. ഓക്കെ, 6, 4, 5, 6. ഈ 2 ടേബിളിലും കൂടി എത്രയുണ്ട്? ഈ ടേബിളിൽ ആദ്യം ഇവിടെ എഴുതണം 1, 2, 3. ഈ ടേബിളിൽ 3 ഉണ്ട്. ഈ ടേബിളിലോ 1, 2. ഈ ടേബിളിൽ 2 ഉണ്ട്. ടോട്ടൽ എത്രയാ? 1, 2, 3, 4, 5. ആൻസർ 5. ഇമയ്ക്ക് 2 ടേബിളിൽ എത്രയുണ്ടെന്ന് കണ്ടെത്തുക. ഇമയുടെ ഫസ്റ്റ് ടേബിളിൽ എത്രയുണ്ട്? 1, 2, 3. നെക്സ്റ്റ് ടേബിൾ 1. 3 + 1. 3 കഴിഞ്ഞാൽ 4. ഓക്കെ, ശരിയല്ലേ? ശരിയായിട്ട് ചെയ്തില്ലേ? ചെയ്തു. ഇത് ടീച്ചർ ഇന്നലെ പഠിപ്പിച്ചായിരുന്നു, ഓർമ്മയുണ്ടോ? പൂവിന് നിറം നൽകുക. ഓക്കെ, നിങ്ങൾക്ക് ഈ പൂക്കൾക്ക് യോജിച്ച നിറം കൊടുക്കുക. തെച്ചിപ്പൂവിനും ചെമ്പരത്തിപ്പൂവിനും ചുവപ്പ് നിറം, കോളാമ്പിപ്പൂവിന് മഞ്ഞ നിറം, കാക്കപ്പൂവിന് നീല നിറം. ഇന്നലെ വെള്ള നിറത്തിലുള്ള 2 പൂക്കളുടെ പേര് ടീച്ചർ പറഞ്ഞു. ഏതൊക്കെയായിരുന്നു?
മുല്ല, പിച്ചി. നിങ്ങൾ ഏതാ എഴുതിയേ? മുല്ലയാണോ? വെരി ഗുഡ്. അപ്പോൾ പൂക്കൾക്ക് നിറം കൊടുക്കുക എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ ആക്ടിവിറ്റി. തെച്ചിപ്പൂവിന് ചുവപ്പ് നിറം, കോളാമ്പിപ്പൂവിന് മഞ്ഞ നിറം, കാക്കപ്പൂവിന് നീല നിറം, ചെമ്പരത്തിപ്പൂവിന് ചുവപ്പ് നിറം. വെള്ള നിറത്തിലുള്ള ഒരു പൂവ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൂവ് എഴുതാട്ടോ. മുല്ലയോ, പിച്ചിയോ, പാരിജാതം, നിശാഗന്ധി, നിങ്ങൾക്ക് ഏതാണോ അറിയാവുന്നത് അത് എഴുതാം. എഴുതിയല്ലോ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കുഞ്ഞൻ്റെ കാഴ്ചകൾ. കുഞ്ഞൻ്റെ കാഴ്ചകൾ എന്നതായിരുന്നു അടുത്ത ചോദ്യം. ഇത് നിങ്ങൾ എത്ര പേര് ആൻസർ എഴുതിയായിരുന്നോ? ശരിയായിട്ട് എഴുതിയായിരുന്നോ? എങ്ങനെയാ എഴുതിയേ? ടീച്ചറിനൊന്ന് പറഞ്ഞു തന്നെ. നിങ്ങൾ എങ്ങനെയാ എഴുതിയേ? എങ്ങനെ എഴുതി? ടീച്ചർ പറയട്ടെ, ചോദിക്കട്ടെ. അതുപോലെയാണോ എഴുതിയെന്ന് പറയോ? ഓക്കെ. നമ്മൾ പട്ടത്തിന്റെ കഥ പഠിക്കുകയായിരുന്നു. ഓർമ്മയുണ്ടോ? ആ, പട്ടം കൂട്ടുകാരെയും കൊണ്ട് മുത്തശ്ശി പ്ലാവിലെത്തിയിട്ടോ. ഞങ്ങളുടെ കുഞ്ഞൻ എവിടെ? കൂട്ടുകാർക്ക് വേവലാതിയായി. കുഞ്ഞൻ വണ്ട് താഴെ പോയത് ആരും അറിഞ്ഞില്ല. എങ്ങനെ അവനെ കണ്ടെത്തും? എവിടെ പോയി നോക്കും? ആർക്കും ഒരു എത്തും പിടിയും കിട്ടിയില്ല. പേടിക്കാതെ കൂട്ടുകാരെ, ഞാൻ അവനെ ഇവിടെ എത്തിക്കാം, കാറ്റ് പറഞ്ഞു. കാറ്റ് സാവധാനത്തിൽ വീശി തോട്ടത്തിലെത്തി. കാറ്റിനൊപ്പം കുഞ്ഞൻ പറക്കാൻ തുടങ്ങി. കുഞ്ഞനെയും കൊണ്ട് കാറ്റ് മരത്തിലെത്തി. നിനക്ക് എന്ത് പറ്റി? കൂട്ടുകാർ ചോദിച്ചു. ഞാനൊരു പൂന്തോട്ടത്തിലെത്തി. ഹായ്, എന്തെല്ലാം കാഴ്ചകൾ! കുഞ്ഞൻ പറയാൻ തുടങ്ങി. കുഞ്ഞൻ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? കുഞ്ഞൻ അവിടെ എന്തൊക്കെ കണ്ടു എന്ന് പറയും? കുഞ്ഞനവിടെ എന്തൊക്കെ കണ്ടു? തേൻകുരുവി തേൻ കുടിക്കുന്നു. പൂന്തോട്ടത്തിൽ വലിയ മരം. തേൻകുരുവി തേൻ കുടിച്ചു. വലിയ മരം. കുളത്തിൽ അല്ലെങ്കിൽ പുഴയിൽ തവളയെ കണ്ടു. മരത്തിൽ കിളിയെ കണ്ടു. കിളികൾ പറക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്താണോ എഴുതിയത് നിങ്ങളുടെ ആശയത്തിനനുസരിച്ച് എന്ത് ചെയ്യാം? എഴുതാട്ടോ. കുഞ്ഞൻ്റെ കാഴ്ചകൾ ടീച്ചർ ഇന്നലെ പഠിപ്പിച്ചിട്ടുണ്ട്. മരം കണ്ടു, പുഴ കണ്ടു. ഓർമ്മയുണ്ടോ? അതുപോലെ എന്ത് ചെയ്യണം? കുഞ്ഞൻ്റെ കാഴ്ചകൾ നിങ്ങൾ എന്താണോ മനസ്സിലാക്കിയത് ഇതിൽ നിന്നും അത് നിങ്ങൾ എഴുതണം. അതായിരുന്നു 12ാമത്തെ ആക്ടിവിറ്റി. ഓക്കെ, ഈസി ആയിരുന്നില്ലേ? യെസ്. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ. താങ്ക് യു. കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് നിങ്ങൾക്കറിയാം. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ കിഡ്സ് ഏരിയ ഓൺലൈൻ ലൈവായിട്ട് ട്യൂഷൻ ക്ലാസ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. മൺഡേ ടു ഫ്രൈഡേ ക്ലാസ് ആണ്. സാറ്റർഡേ എക്സാം ആണ്. എല്ലാ സാറ്റർഡേസിലും വീക്ക്ലി എക്സാം ആണ്. ഇപ്പോൾ സെപ്റ്റംബർ 18-ന് ടേം 2 ക്ലാസ് സ്റ്റാർട്ട് ആവുകയാണ്. സെപ്റ്റംബർ 18-നാണ് നെക്സ്റ്റ് ടേം 2 ക്ലാസ് സ്റ്റാർട്ട് ആകുന്നത്. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സൂമിൽ ലൈവ് ക്ലാസ് ആയിട്ടാണ് ക്ലാസ് ഉള്ളത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്.